ഹായ്, അപ്പോൾ ഇത് നമ്മുടെ പോസ്റ്റ് നാറ്റൽ കെയറിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളുള്ളതെന്നുള്ള കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മൾ കയറി വരുന്ന സ്ഥലം. നമ്മളിപ്പോൾ മൂന്നാമത്തെ റൂമിലാണ്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ബേബി ബോയ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതേപോലെ ഒരു ടീപ്പോയി പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഫുഡൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുക. രാവിലത്തെ ഫുഡ് കൊണ്ടുവന്നത് കഴുകി പാത്രം അവിടെ വെച്ചിട്ടുള്ളതാണത്. നമ്മളിങ്ങനെ ഡോർ അടച്ചിട്ട് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സോഫ ഉണ്ട് കേട്ടോ ഇരിക്കാനായിട്ട്. പിന്നെ ഇത് വലിയൊരു ലിവിങ് ഹാള് പോലെയാണ്. ഒരു ചെറിയ മേശയുണ്ട്, കുറച്ച് കസേരകളുണ്ട്. പിന്നെ നമുക്ക് ടി വി ഉണ്ട് കേട്ടോ. ടി വിയിലേക്ക് വൈഫൈ ഒക്കെ അവർ തരുന്നുണ്ട്. പിന്നെ ഒരു ഡ്രയർ ഉണ്ട്, അതായത് നമുക്ക് തുണിയൊക്കെ ഉണക്കാൻ. അതിനുവേണ്ടി ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാൽക്കണിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് ഇതേപോലെ ഇവിടത്തേക്ക് വെക്കാൻ പറ്റും. ഡ്രസ്സൊക്കെ ഇവിടത്തേക്ക് വെക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഭയങ്കര മഴയാണ്. ഭയങ്കര മഴയായതുകൊണ്ട് നമ്മളെന്ത് ചെയ്ത് അത് ഉള്ളിൽ തന്നെ വെച്ച്, പുറത്ത് വയ്ക്കുന്നത് ഉള്ളിൽ വയ്ക്കണതൊക്കെ ഒരേപോലെ തന്നെയാണ്, അതുകൊണ്ട് ഉള്ളിൽ വെച്ചത്. അപ്പോൾ കഴിഞ്ഞിട്ട് ഒരു ഇൻവേർട്ടർ സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണത്. നമുക്ക് ദോശ ഉണ്ടായിരുന്നു, അതേപോലെ ഇത് ചപ്പാത്തി ഉണ്ട് കേട്ടോ, നമ്മൾ കൊണ്ടുവന്നാണ്. പിന്നെ ചട്നി ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു കിണ്ണം ചായയുണ്ട്. ഇത് കൂടാതെ പിന്നെയുള്ള സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ AC അല്ല, ബേസിക് കെയറാണ് എടുത്തിട്ടുള്ളത്. തണുപ്പ് കാലമല്ലേ, അതുകൊണ്ട് ഫാനാണ് എല്ലാ റൂമിലുള്ള കേട്ടോ. പിന്നെ ഇതിവിടെ ഒരു കിച്ചണാട്ടോ ഉള്ളത്. ഈ കിച്ചണിനകത്ത് അവർ തരുന്നത് സ്റ്റൗവ് തരുന്നുണ്ട്. അതേപോലെ നമ്മൾ കൊണ്ടുവന്നതാണ് ഗ്യാസ് നമ്മൾ കൊണ്ടുവന്നു. സ്റ്റൗവ് ഇവിടെ ഉണ്ട്. പിന്നെ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ പാത്രം കഴുകുന്ന സ്ഥലമുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ അവർ തന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നമ്മൾ ഇങ്ങനെ വെള്ളം ചൂടാക്കണത്, അതേപോലെ 2-3 പ്ലേറ്റുകൾ, 2-3 ഗ്ലാസ്, അതൊക്കെ ഉണ്ട്. ബാക്കി ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതാണ്. കുറച്ച് പച്ചക്കറികളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചൂടാക്കി വയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഇത് കുഞ്ഞാവേനൊക്കെ കടത്താൻ പറ്റുന്ന ബെഡ്റൂമാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, നല്ല വെളിച്ചം വരുന്നതുകൊണ്ട് അവിടെ കുഞ്ഞാവേനെ കിടത്തി കഴിഞ്ഞാൽ കുഞ്ഞാവയ്ക്ക് വെളിച്ചം കിട്ടും കേട്ടോ. കഴിഞ്ഞിട്ട് ഇതിനോട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂമുണ്ട്. ബാത്റൂമിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുള്ള ബാത്റൂം തന്നെയാണ്, കുഴപ്പമില്ല. നമ്മളിപ്പോൾ 3ാമത്തെ നിലയിലാട്ടുള്ളത്. ഫസ്റ്റ് നിലയിലൊക്കെ ഇതിൽ നല്ല അടിപൊളിയാണ്. പിന്നെ AC എടുക്കുമ്പോൾ പിന്നെ അതിനാണ് കുറച്ചും കൂടെ സൂപ്പറായിരിക്കും. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ, അതും കുഴപ്പമില്ല. പിന്നെ ശേഷം ഇവിടെ ഒരു റൂമും കൂടെ ഉണ്ട്, ബൈസ്റ്റാൻഡർക്ക് കിടക്കാനുള്ളതാണ്. ഇവിടെയും ഇതേപോലെ വെയിലൊക്കെ കിട്ടുന്ന സ്ഥലം തന്നെ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഫാനുകളാണ്. AC എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സൗകര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും. പിന്നെ പവർ പ്ലഗുകളൊക്കെ ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ വിശേഷങ്ങളുണ്ട്. ഇതിൻ്റെ ഫുഡ് എങ്ങനെ കിട്ടുന്നുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ പൈസ വരുന്നത്, ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഏത് പോസ്റ്റ് നാറ്റിലാണ്, എവിടെയാണ്, എവിടെയൊക്കെ സൗകര്യങ്ങളുണ്ട്, എന്തൊക്കെ സൗകര്യങ്ങൾ തരുന്നതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.